ഇന്ന് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? നമുക്ക് വേഗം ഉണ്ടാക്കാം. കുറച്ച് ചിക്കൻ വാങ്ങി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് പെരുംജീരകപ്പൊടി, ഉപ്പ്, നമ്മളിതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കണം. ആ മസാല അതിലേക്ക് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുമ്പോൾ ആ ചിക്കൻ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണേ. എന്നിട്ട് നമ്മളൊരു പാന് അടുപ്പത്ത് വെച്ച് ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നല്ല ചൂടായ എണ്ണയിലേക്ക് കടുകിടുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. അതോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് നന്നായിട്ട് ചതച്ച് അതും കൂടി മാറ്റി വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് പാനിലേക്ക് സവാള, ഈ ചതച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി ചേർത്ത് ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ സവാള നന്നായിട്ട് വഴന്നു വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ആ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് നമുക്ക് ഫ്രൈ ആക്കാനായിട്ട് വെക്കാം. അതൊന്ന് ഫ്രൈ ആയി വരണം. അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താലേ ഒരു പ്രത്യേക മണവും ഒരു ടേസ്റ്റും ഒക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ നേരത്തെ സവാള വഴന്നു. അതിലേക്ക് നമ്മൾ ചെറിയ മസാലയൊക്കെ ഇട്ട് ലാസ്റ്റ് നമ്മൾ ചിക്കനും ചേർത്ത് തേങ്ങാപ്പാലും ഇട്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നമ്മുടെ ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞിരിക്കണു.